അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കരഞ്ഞ സന്ദർഭങ്ങളിൽ മൂന്നാമത്തെ ഒരു സന്ദർഭമാണ് ത്വായിഫിന്റെ രംഗം. നാലാമത്തെ രംഗം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞത് അവിടുത്തെ ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായപ്പോ, ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായ ഒരു സന്ദർഭം, ആ സന്ദർഭത്തിൽ അവിടുന്ന് കരഞ്ഞിട്ടുണ്ട്. അന്ന് പ്രകൃതിയിൽ ഒരു അത്ഭുത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവം? സൂര്യനും ചന്ദ്രനും രണ്ടും ഗ്രഹണമുണ്ടായി. രണ്ട് ഗ്രഹണവും സംഭവിക്കൽ 1200 കൊല്ലം കൂടുമ്പോഴാണ്. 1200 വർഷങ്ങൾക്കിടയിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകും. പലപ്പോഴും ഗ്രഹണമുണ്ടാവാം. ഈ അടുത്ത് സൂര്യന്റെ നടുവിലൂടെ അതല്ലെങ്കിൽ താഴെയൂടെ ശുക്രൻ പോയത് പത്രത്തിലൊക്കെ വായിച്ചിരുന്നു അല്ലേ? അങ്ങനെ ശുക്രൻ പോയി. അങ്ങനെ ഇടക്ക് പല സംഗതികളും പൂണുണ്ട്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഇതിന്റെ ചോട്ടിലൂടെ ഒക്കെ പോകുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ കാണും എന്ന് കരുതിയിട്ട് വീടിന്റെ പടിന്റെ കട്ടിലിന്റെ അടിയിൽ തപ്പണ്ട ശുക്രൻ ഉണ്ടോ എന്നുള്ളത്, അത് അവിടെ ഉണ്ടാവും അല്ലേ? അപ്പോ ഇങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടാകും. സൂര്യനും ചന്ദ്രനും ഗ്രഹണമുണ്ടായി, ഈ കുട്ടി മരിച്ചു. അന്ന് വിദ്യാഭ്യാസപരമായി കൂടുതൽ മുന്നോക്കം നിൽക്കാത്ത അറബികളിലെ ഭൂരിഭാഗം ജനങ്ങൾ, മുശ്രിക്കുകളായ ആളുകളടക്കം അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ടോ, മുഹമ്മദിന്റെ മകൻ മരണപ്പെട്ടപ്പോൾ പ്രകൃതി പോലും പണിമുടക്കിയിരിക്കുകയാണ്. ഒരാള് മരണപ്പെട്ടാലും ദുഃഖസൂചകമായി കറുത്ത പതാക കെട്ടാനോ കറുത്ത കൊടി കെട്ടാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ചെയ്യാനും പാടില്ല. അത് സവാഉൻ കാന ലെഫ്റ്റൻ ഔ റൈറ്റൻ, ഇടതൻ ഔ വലതൻ, ചോപ്പൻ ഔ പച്ച, ആരാണെങ്കിലും ശരി. അങ്ങനെ ഒരു വകുപ്പ് കറുപ്പ് കൊടിയെടുത്ത് പ്രതിഷേധം സൃഷ്ടിക്കുക, അതല്ലെങ്കിൽ ദുഃഖം ആചരിക്കുക എന്ന ഒരവസ്ഥയില്ല. തഅസിയത്തുണ്ട് സുന്നത്തായത്. തഅസിയത്ത് മയ്യത്തിന്റെ കുടുംബക്കാരെ ആശ്വസിപ്പിക്കലാണ്, അതല്ല വിഷയം. മുശ്രിക്കുകൾ അവരെല്ലാവരും പറഞ്ഞു, കണ്ടോ കണ്ടോ മുഹമ്മദിന്റെ കുട്ടി മരണപ്പെട്ടപ്പോ പ്രകൃതി പോലും പണിമുടക്കി. അതൊരവസരമായിരുന്നു, വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താമായിരുന്നു. നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുന്നില്ലേ? എന്റെ കുട്ടി ഇതാ മരണപ്പെട്ടിരിക്കുന്നു. ഈ കുട്ടി മരണപ്പെട്ടപ്പോൾ പ്രകൃതിയിൽ പോലും ആ പ്രതിഭാസം കണ്ടില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാനായില്ലേ എന്ന് നബി തങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചില്ല. അവിടുന്ന് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ് ലാ യൻഖസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. സൂര്യനും ചന്ദ്രനും ഒരിക്കലും തന്നെ അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം അനുസരിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരാളുടെ മരണം സംഭവിച്ചതിന്റെ പേരിലോ ഒരാളുടെ ജനനം സംഭവിച്ചതിന്റെ പേരിലോ ഒരിക്കലും തന്നെ അതിന്റെ പേരിൽ നടക്കുന്ന പ്രതിഭാസമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടത്തുന്ന പല പ്രതിഭാസങ്ങളിലൊന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്താണ്? ഇസ്ലാം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നില്ല. ഇസ്ലാം ഒരിക്കലും തന്നെ അനാചാരം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അന്ധവിശ്വാസത്തിനെതിരെ സന്ധിയില്ല, പോരാട്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ച തത്വം ഇതാണ്. ഏതായിരുന്നാലും ആ കുട്ടി മരണപ്പെട്ടപ്പോ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. നബി തങ്ങളോട് ചോദിക്കുന്നു, എന്താണ് നബിയേ
ഉടനെ അവിടുന്ന് പറയുന്നത് ഖൽബങ്ങനെയാ, റഹ്മത്തുള്ള റഅഫത്തുള്ളവരുടെ ഖൽബങ്ങനെയാ, അതുകൊണ്ട് ശിക്ഷിക്കപ്പെടില്ല. എന്നാൽ പൊറുതികേട് കാണിച്ച് നെഞ്ചത്തടിക്കുന്ന ഉമ്മമാരുണ്ട്. ആരെങ്കിലും മരണപ്പെട്ടാൽ അതിന്റെ പേരിൽ കലഹിക്കുന്നവരുണ്ട്, അതിന്റെ പേരിൽ പ്രതിഷേധം ഉണ്ടാക്കുന്നവരുണ്ട്. ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞ വൈവിധ്യ സന്ദർഭങ്ങളിൽ 4ാം സന്ദർഭമാണ്. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കരഞ്ഞ മറ്റൊരു സന്ദർഭമേതാ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രണാങ്കളത്തിൽ, മൂത്തത് രണാങ്കളത്തിൽ ഷഹീദായി. 99ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് ഹില്യത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ബഹുമാനപ്പെട്ടവർ 99 മുറിവ് ആകുന്നത് വരെ, അതല്ലെങ്കിൽ വിഷമീ രൂപത്തിൽ ശരീരം വികൃതമാക്കുന്നത് വരെ, ഒരു കൈ മുറിഞ്ഞപ്പോൾ മറുകൈയിൽ പിടിച്ച്, മറുകൈ പിടിച്ചപ്പോൾ നബി തങ്ങളുടെ കരങ്ങളാൽ നൽകപ്പെട്ട അതേ പതാക വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് രണാങ്കളത്തിൽ ഇറങ്ങിയത് എന്തിനാണ്? അവിടുന്ന് സ്വർഗം കണ്ടിട്ടാണ് ഉമ്മമാരെ. 99 മുറിവുകൾ ഉണ്ടായിരുന്നു. ശത്രുപക്ഷത്തുള്ള ഒരാള് ചെവിക്കങ്ങ് വെട്ടിച്ചെവിയങ്ങ് താഴെ വീണപ്പോൾ അവിടുന്ന് പറഞ്ഞത് യാ ഹബ്ബദൽ ജന്നത്തു വഖ്തിറാബുഹാ ത്വയ്യിബത്തുൻ വബാരിദുൻ ശറബുഹാ والروم روم قد دنا عذابها علي إلا قيتها ضربها يا حبذا الجنة സ്വർഗമേ സ്വർഗമേ. ശരീരത്തിൽ വട്ടേൽക്കുന്ന സമയത്ത് അവിടുന്ന് കണ്ടത് സ്വർഗമാണ്. ഇവിടുള്ള ജീവിതത്തെക്കാൾ വലിയ ജീവിതമാണ്. അവ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, മഹാനരായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ സ്വർഗം കണ്ടുകൊണ്ടാണ് അവിടുന്ന് ഷഹീദായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. അവിടുന്ന് വളരെ വിഷമത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞു, വിളിച്ചു യാ ജഅഫർ തയ്യാർ, ഓ സ്വർഗത്തിൽ പാളിപ്പഴിക്കുന്ന ജഅഫറേ, മർഹബൻ ബിക യാ ജഅഫർ തയ്യാർ. അവിടുന്ന് വളരെ വിഷമത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞു, വിളിച്ചു യാ ജഅഫർ തയ്യാർ, ഓ സ്വർഗത്തിൽ പാളിപ്പഴിക്കുന്ന ജഅഫറേ, മർഹബൻ ബിക യാ ജഅഫർ തയ്യാർ, ഓ മംഗളം മംഗളം സ്വാഗതം എന്ന് വിളിക്കുന്നു. ഇന്ന് ചില അന്ധവിശ്വാസമുണ്ട്, വഫാത്തായവരെ വിളിക്കാൻ പാടില്ല എന്നൊരു അന്ധവിശ്വാസം. അത് മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത വിശ്വാസമാണ്. ലോക മുസ്ലിങ്ങൾ മുഴുവനും നിസ്കാരത്തിൽ അയ്യുഹൻ നബിയ്യു, വഫാത്തായ നബിയെ വിളിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിളിച്ചവരാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുന്ന് ഈ വിഷയം അംഗീകരിച്ചവരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് തവസ്സുൽ ചെയ്തവരാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഇസ്തിഗാസയെ അംഗീകരിച്ചവരാണ്. ഏതായിരുന്നാലും ജഅഫർ തങ്ങളെ വിളിച്ചുകൊണ്ട് കരഞ്ഞ് നമുക്ക് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാരെ സമാധാനിപ്പിക്കാമെന്ന നിലക്ക് സഹാബത്തിനെ കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ
പ്രിയപ്പെട്ടവരെ, വീട്ടിലെ അവസ്ഥ എന്താണ്? മകൻ വരുന്നതും കാത്ത് മകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജാഫർ തങ്ങളുടെ ഉമ്മ, ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനെ പരിചരിക്കണം, ഭക്ഷണം കൊടുക്കണം എന്ന നിലക്ക് സേവനത്തിനൊരുങ്ങുന്ന സഹധർമ്മിണിയായ പ്രിയപ്പെട്ട ഭാര്യ, ബാപ്പ കൊണ്ടുവരുന്ന ഉപ്പ കൊണ്ടുവരുന്ന പലഹാരപ്പരി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അബ്ദുള്ള എന്ന 4 വയസ്സുകാരനും ഉബൈദുള്ള എന്ന 2 വയസ്സുകാരനുമായ 2 ആൺകുട്ടികളാണ്. ഇവർ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന സമയം ഉമ്മറപ്പണിയിൽ തന്നെയുണ്ട്. അവിടുന്ന് കണ്ണീരൊഴുക്കി കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്നു, ഓ നബിയേ, ഐന അബീ, ഞങ്ങളുടെ ബാപ്പ എവിടെയാണ്, ഞങ്ങളുടെ ഉപ്പ എവിടെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ 2 കൊച്ചു മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ ഉപ്പ പാറി കളിക്കാൻ പോയി മക്കളെ. എവിടേക്കാണ് പോയത് നബിയേ? സ്വർഗത്തിലേക്ക് പോയി മക്കളെ. ഇതങ്ങ് പറഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് ആദ്യം ഒരു തേങ്ങിക്കരച്ചിൽ, പിന്നീടൊരു ശബ്ദം കേൾക്കുന്നു, നബിയേ, ശിഷ്ടകാലത്ത് ജീവിക്കുന്ന ബാക്കിയുള്ളവരോടും ഇത് പറഞ്ഞു കൊടുക്കണം. എനിക്ക് സന്തോഷമായി നബിയേ, എന്റെ പുന്നാര ഭർത്താവിനോടൊത്ത് ഭൗതിക ലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് കൂടുതൽ കാലം ആ മാരീഡ് ലൈഫ് എൻജോയ്മെന്റോടെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് സ്വർഗത്തിൽ പ്രതീക്ഷയുണ്ട് നബിയേ. അതിന് വേണ്ടി അങ്ങ് ദുആയിരക്കണം നബിയേ. എന്റെ ഉമ്മമാരെ, ക്ഷമയുള്ള ജാഫർ തങ്ങളുടെ ഭാര്യ പറയുന്നു, ആ നിലക്കുള്ള ഉമ്മമാരാണ് കഴിഞ്ഞു പോയവർ. കാരണം അവര് റബ്ബിനെ ഭയപ്പെട്ടവരാ, യജമാനനായ റബ്ബിനെ ചിന്തിച്ചവരാ. ഫാത്തിമ ബീവി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പുള്ള അവസ്ഥ മഹാന്മാര് പറഞ്ഞില്ലേ, ബല്ലത്ത് വിസാദതുഹാ ലയാലിലിദം ഇഹാ മിൻ തൂലി ഖശിയതിഹാ വമിൻ തഖ്വാഹാ. കരഞ്ഞ് കരഞ്ഞവിടുത്തെ തലയണ നനഞ്ഞ് കുതിരുമായിരുന്നു. അങ്ങനെ ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് റബ്ബിന്റെ മുമ്പിൽ ഖൽബ് വെച്ചിട്ടാണ് മഹദിയായ ഫാത്തിമ ബീവിയെ പോലെയുള്ളവർ ഉറങ്ങാറുള്ളതെങ്കിൽ ഉദിഫഗീലിൽ മതി വരാതെ നോമ്പാതോ വീടോത്തെ ഫിരിയവന്റെ ഖൗഫിനാലെ തോന്ന ഇബാദത്തെ മരണമാകും എണ്ട് വീണ്ട് ഓതിയൻ ആമാലേ മാനിദാ സൂറത്ത് തീരു മുമ്പ് മൗതായാരേ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവർ ആ രൂപത്തിൽ ജീവിച്ചവരാണെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ, അവര് വരച്ച് കാണിച്ച ആദർശത്തിലൂടെ ജീവിച്ചോ, അവര് ജീവിച്ച സംസ്കാരത്തിലൂടെ കഴിഞ്ഞോ? ഇവിടെയുള്ള ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ ആയുഷ്കാലത്തിന് എൻഡ് കുറിച്ചുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം മറ്റൊരു യാത്രയുടെ പ്രാരംഭമാണെന്ന തിരിച്ചറിവ് വേണം. അതെ, ഇത് പ്രവർത്തനത്തിന്റെ ലോകമാ, നമുക്കൊരു പ്രതിഫലത്തിന്റെ ലോകം വരാനുണ്ട്. ഇത് കർമ്മത്തിന്റെ ലോകമാ, നമുക്കൊരു ധർമ്മത്തിന്റെ ലോകം വരാനുണ്ട്. ആ ചിന്തയാണ് സഹാബി വനിതകൾക്കുണ്ടായിരുന്നത്.
ആ ചിന്തയാണ് പൂർവികരായ ആളുകൾക്കുണ്ടായിരുന്നത്. ജഅഫർ തങ്ങളുടെ ഭാര്യ അങ്ങ് കരഞ്ഞു. പിന്നീട് സമാധാനത്തോടെ പ്രതികരിച്ചു. നബി തങ്ങൾ ഈ രണ്ട് കൊച്ചുമക്കളുടെ തലയിൽ തലോടിക്കൊണ്ട്, 2ഉം 4ഉം വയസ്സുകാരായ മക്കളുടെ തലയിൽ തലോടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ഉമ്മയോട്, മഹമ്മദ് സഹധർമ്മിണിയോട്, ഈ കുട്ടികളുടെ ഉമ്മയോട് ചോദിക്കുന്നു, ഈ മക്കളെ എനിക്ക് തരുമോ? യതീമക്കളുടെ തലയിൽ തലോടൽ പുണ്യമാണ്. ഞാനും നിസ്കരിച്ചവരും ഇങ്ങനെയാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനും നോമ്പെടുത്തവരും 2 വിരലുകളെ അടുപ്പിച്ചടുത്തവരാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനും നോമ്പെടുത്തവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനും ഹജ്ജ് ചെയ്തവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാനും ജിഹാദ് നടത്തിയവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അനവ കാഫിലുൽ യതീമി ഹകദാ ഫിൽ ജന്ന. ഞാനും യതീമക്കളെ പോറ്റുന്നവരും ഇങ്ങനെയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യതീമക്കളെ പരിപാലിക്കണോ, യതീമക്കളെ സ്നേഹിക്കണോ, യതീമക്കൾക്ക് ഖിദ്മത്ത് എടുക്കുന്നവരെ എന്തെങ്കിലും പറഞ്ഞ് വിമർശിക്കരുത്. അവരവർക്ക് തന്നെ എടുക്കാനും വിരിക്കാനും പുതക്കാനും ഉണ്ടാകുമ്പോ അന്യരുടെ അപരാധം അന്വേഷിക്കാതെ സ്വയം കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാനാണ് ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് സമജ്ദാർ കേലിയെ ഇശാറ കാഫിയെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അവിടുന്ന് വല 2 കൈയിലും ഓരോ മക്കളെ പിടിച്ച് തലോടിക്കൊണ്ട്, ഞാൻ കൊണ്ടുപോവട്ടെ, ഉടനെ സമ്മതിക്കുന്നു കൊണ്ടുപോവാൻ. അങ്ങനെ മദീന പള്ളിയിൽ വെച്ച് ജഅഫർ തങ്ങളുടെ മുറിവിന്റെ ചരിത്രവും, അവിടുന്ന് സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന വിഷയവും, അവിടുന്ന് ജനാസ മയ്യത്ത് കുളിപ്പിച്ച് മലക്കുകൾ കുളിപ്പിച്ച വിഷയങ്ങളും, അവിടുത്തെ സഹധർമ്മിയുടെ സഹനത്തിന്റെ പാഠങ്ങളും എല്ലാം അവിടുന്ന് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റ ഉപദേശമാ, അതുകൊണ്ട് നിങ്ങളും തയ്യാറാവണേ എന്നങ്ങ് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം ഉണ്ടായപ്പോൾ ഈ ചെറിയ കൊച്ചുങ്ങളിലെ 4 വയസ്സുകാരനായ അബ്ദുല്ലാ തങ്ങൾ ചോദിക്കുന്നു, നബിയേ, അടുത്ത ധർമ്മസമരമെന്ന എന്തേ മോനെ എങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമല്ല നബിയേ, എനിക്കെന്റെ ഉപ്പയോടൊത്ത് പാറിക്കളിക്കാൻ താല്പര്യമുണ്ട് നബിയേ. അതുകൊണ്ട് ഞാൻ ആ ഒരു ഉൽക്കട അഭിലാഷം അങ്ങയുടെ മുമ്പിൽ അയവിറക്കിയതാണ് നബിയേ എന്ന് മഹാനരായ സയ്യിദുൽ വറ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ കൊച്ചുകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിസ്കാരം കൈയൊഴിക്കരുത്. ബാപ്പ പറയാതെ നിസ്കരിക്കണം, ഉമ്മ പറയാതെ നിസ്കരിക്കണോ, നമ്മൾ തന്നെ മനസ്സിൽ നിസ്കാരം കൊണ്ട് തോന്നിക്കണോ. കാരണം നമുക്ക് ആ കുട്ടികളെ കാണേണ്ടതുണ്ട്, നമുക്ക് സ്വർഗത്തിൽ കിടക്കേണ്ടതുണ്ട്, നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതുണ്ട്, നമുക്ക് നല്ല കുട്ടികളായി മാറേണ്ടതുണ്ട്, ധർമ്മബോധത്തോടെ കഴിയേണ്ടതുണ്ട്. ഒരിക്കലും കളവ് ശീലിക്കാൻ പാടില്ല, ഒരിക്കലും കളവ് പറയാൻ പാടില്ല, അത് മഹാമോശമാണ്. അന്യരുടെ സ്വത്ത് ഒരാളും എടുക്കാൻ പാടില്ല, ഒരിക്കലും ഹറാമ് ഭക്ഷിക്കാൻ പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷി പറയാൻ 7 കാര്യങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒന്നാണ്. ഒന്ന് അൽ മക്കാൻ, നമ്മുടെ വസിക്കുന്ന വീടിന്റെ 4 ചുമരുകൾ, നാം താമസിക്കുന്ന വീടിന്റെ ഉമ്മറപ്പടി, നാം താമസിക്കുന്ന വീടിന്റെ ഫ്ലോറ്,
നാം ഈ ഇരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള മണൽ തരി, നമ്മുടെ മുമ്പിലുള്ള ഈ തൂൺ നമുക്ക് സാക്ഷി പറയും. ഖുർആൻ പറയുന്നു, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, വർത്തമാനം പറയുന്ന ഭൂമി അതിന്റെ വർത്തമാനം പറയുന്ന ദിവസം. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, വിജനമായ പ്രദേശത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ വാങ്ക് വിളിക്കുമ്പോ ഉച്ചത്തിൽ വാങ്ക് വിളിച്ചോ. എന്തിനാണ് നബിയെ? ആ വാങ്ക് വിളിക്കുന്ന മരമാകട്ടെ കല്ലാകട്ടെ ഏതുണ്ടെങ്കിലും നിങ്ങൾക്ക് സാക്ഷി പറയുമെന്ന്, നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞതായി കാണാം. ഇങ്ങനെ സാക്ഷി പറയും എന്നതാണ്. അപ്പൊ ഒന്ന് മക്കാൻ നമുക്ക് വേണ്ടി സാക്ഷി പറയാനുള്ളതാണ്. രണ്ട് സമാൻ, സമയം നമുക്ക് വേണ്ടി സാക്ഷി പറയും. സമയം റമദാനിൽ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. സാക്ഷി പറയും. എന്താണ് സാക്ഷി പറയാ? സമയം നമുക്ക് വേണ്ടി സാക്ഷി പറയും. മക്കാൻ, സമാൻ, അർക്കാൻ, അവയവങ്ങൾ നമുക്ക് വേണ്ടി സാക്ഷി പറയും. ലേ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സബൂൻ. കൈകാലുകൾ സാക്ഷി നിൽക്കുന്ന ദിവസം ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. ലിസാൻ, നാവ് സാക്ഷി പറയും. അതല്ലേ യൗമ തശ്ഹദു അൽസിനതുഹും, ഖുർആനാ പറയുന്നത് നാവ് സാക്ഷി നിൽക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന്. അതുപോലെ ദീവാൻ, ഏടുകൾ സാക്ഷി പറയും. ഖുർആൻ സാക്ഷി പറയും. വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ ഹുജ്ജത്തുൻ അലൈക ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖുർആൻ സാക്ഷി പറയുന്നതാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, റഹ്മാൻ, അല്ലാഹു സാക്ഷി പറയും. വകുന്നാ അലൈക്കും ശുഹൂദാ, നാം നിങ്ങളുടെ മേലിൽ സാക്ഷി വരുന്ന ഒരു ദിവസമുണ്ട്, പറയുന്ന ഒരു ദിവസമുണ്ട് എന്ന് അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറയുന്നതാണ്. ഇങ്ങനെ 7 സാക്ഷികൾ ഉണ്ടെങ്കിൽ അത് അനുകൂലമോ പ്രതികൂലമോ ആണെങ്കിൽ എല്ലാം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഖുർആൻ കേട്ട് കരഞ്ഞു. ആ സാക്ഷിയുടെ വിഷയം പറഞ്ഞു കരഞ്ഞു. ഈ ആയത്തിൽ 2-3 പാഠങ്ങളുണ്ട്. ഒരു പാഠം എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ അമലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാതെ സാക്ഷി പറയാൻ പറ്റും? കാണാതെ സാക്ഷി പറയാൻ പാടില്ല. അള്ളാഹുവിനെ നമ്മൾ സാക്ഷി പറയുന്നത് കണ്ടതുപോലെ ആയിട്ടാണ്, ബോധ്യപ്പെട്ടിട്ടാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ള വിഷയങ്ങളിൽ കാണാതെ സാക്ഷി പറയാൻ പാടില്ല. കാണാതെ സാക്ഷി പറയാനുള്ള അവസ്ഥ കൊടുത്തത് ഒരൊറ്റ സഹാബിക്ക് മാത്രമാണ്. ഷഹാദത്തു ഹുസൈമ ഷഹാദത്തു റജുലൈനി മിൻകും ഖാല റസൂലുള്ളാഹി. ഹുസൈമ എന്ന് പറയുന്ന സഹാബിക്ക് 2 സാക്ഷി പറയാൻ, 2 സാക്ഷികളുടെ സ്ഥാനത്താണ് കണ്ടിട്ടില്ലെങ്കിലും എന്ന് പറഞ്ഞ് ഒരു വിടുതി കൊടുത്തതായി കാണാം. അതൊരു വലിയ ചരിത്രമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പ്രവർത്തനത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരുടെ പ്രവർത്തനം. പാരത്രിക ലോകത്ത് അവിടുത്തെ പ്രവർത്തനം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് 10 പ്രവർത്തനമായി വിശദീകരിച്ചതായി കാണാം. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അവിടുന്ന് കരഞ്ഞൊരു സന്ദർഭമാണ്. ഇനി അവിടുന്ന് കരഞ്ഞ വേറെയും സന്ദർഭങ്ങളുണ്ട്. പറയുകയാണെങ്കിൽ ആ പട്ടിക നീണ്ടുപോകുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിശദീകരിച്ചതായി കാണാം. ഇമാമുകൾ അവിടുന്ന് വിശകലനം ചെയ്ത വിഷയങ്ങളിൽ കാണാം. അല്ലാഹുവെ ആലോചിച്ച് കരയുന്നതിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാട്. ആ പറയുന്ന പ്രഖ്യാപനം അന്വർത്ഥമാക്കുകയോ അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വമായി തീർന്നവരാണവർ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കരഞ്ഞ ഒരൊറ്റ ഹദീസ് മാത്രം പറയട്ടെ. ഒരു ദിവസം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, നബിയേ,
ഖുർആനിലെ ഒരായത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഏതാണ് ആയത്ത്? യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജാ. നാളെ സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുന്നൊരു ദിവസം, ഫ്ലാറ്റായി കിടക്കുന്ന പ്രദേശവും അവിടെ കാടില്ല, വളവില്ല, തിരിവില്ല, ഒടുവില്ല, മലയില്ല, കുന്നില്ല, കുണ്ടില്ല, കയറ്റമില്ല, ഇറക്കമില്ല, പരന്ന ഒരു മേഖലയിൽ ഇസ്രാഫീലിന്റെ ഊത്തം കൊണ്ടാകുമ്പോ ആളുകൾ വൈവിധ്യങ്ങളായ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ അവസ്ഥയിലാണ്. ആളുകൾ വ്യത്യസ്ത രൂപത്തിലാണ്. 10 ഗ്രൂപ്പുകളായിട്ടാണെന്ന് ശേഷമുള്ള വിശദീകരണത്തിൽ കാണാം. ഏതായിരുന്നാലും മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, എന്താണ് ഗ്രൂപ്പായി കൊണ്ടാണ്, കൂട്ടം കൂട്ടമായിട്ടാണ്, പാർട്ടിയായിട്ടാണ് അവിടെ പരലോകത്ത് വരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോ, ആയത്തിന്റെ താല്പര്യം എന്താണെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പെട്ടെന്ന് പൊട്ടിക്കരയുന്നു. കുറച്ചു സമയം ഒന്നും മിണ്ടിയില്ല. എന്തേ കാരണം? കുറച്ചു കഴിഞ്ഞപ്പോ ആളുകളൊക്കെ പറഞ്ഞു, എന്തേ നബി തങ്ങളെ കരയിപ്പിച്ചോ? എന്താണ് സംഭവം? അല്ലാഹുവിന്റെ റസൂല് കരച്ചിലടക്കി പറഞ്ഞു, യാ മുആദ് ലഖദ് സഅൽത അൻ അംരിൻ അളീം. ചോദിച്ചതൊരു വലിയ വിഷയത്തെ കുറിച്ചാണ്. നാളെ പാരത്രിക ലോകത്ത് നല്ല ആളുകളെ വാഹനപ്പുറത്തിരുത്തി അർശിന്റെ തണലിലൂടെയോ സ്വർഗലോകത്തേക്ക് സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ വിട്ടുകിടത്തുമ്പോ നല്ല ആളുകൾ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുമ്പോ വലത് കയ്യിൽ കിതാബ് വാങ്ങി എൻജോയ്മെന്റിലാകുമ്പോ മീസാൻ എന്ന തുലാസിലേക്ക് നോക്കി സായൂജ്യമടയുമ്പോ വൈദങ്ങളുടെ കൂടെ പിറപ്പായ ആളുകൾ അതേ പാരത്രിക ലോകത്ത് കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ട പാവങ്ങൾ അപജയത്തിന്റെ ആഴിയിലേക്ക് ആണ്ടിറങ്ങുന്ന ആളുകൾ അവര് 10 ഗ്രൂപ്പുകളാണ് കേട്ടോ. അതിൽ പന്നിയുടെ കോലത്തിലുള്ളവരുണ്ട്, അതിൽ പട്ടിയുടെ കോലത്തിലുള്ളവരുണ്ട്, അതിൽ കുരങ്ങിന്റെ രൂപത്തിലുള്ളവരുണ്ട്, അതിൽ നാക്കുകൾ മുറിക്കപ്പെട്ടവരുണ്ട്, അതിൽ ടാറിന്റെ കത്തുന്ന പാവാട ധരിപ്പിച്ചവരുണ്ട്, അതിൽ കുന്തത്തിന്റെ പേരിൽ നാട്ടപ്പെട്ടവരുണ്ട്, അതിൽ കൈകാലുകൾ മുറിക്കപ്പെട്ടവരുണ്ട്, അതിൽ ചുണ്ടുകൾ മുറിക്കപ്പെട്ടവരുണ്ട്, അതിൽ മുഖത്തിന്റെ മുമ്പിലൂടെ ഉരസുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല രൂപങ്ങളിലുള്ള പല ആളുകളും അവിടെയുണ്ട്. നബി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു, വഅമ്മാ ഫീ സൂറത്തിൽ ഖനാസീർ, പന്നിയുടെ കോലത്തിലുള്ളവരാരാ? അവര് പന്നിയായി ജീവിച്ചവരാ. പന്നിയായി ജീവിച്ചവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പന്നി എന്ന ജീവി വൃത്തികേട് ഇഷ്ടപ്പെടുന്ന ജീവിയാണ്. ഇസ്ലാമിക ദൃഷ്ടിയിൽ വൃത്തികേടാണ് പലിശ, ഇസ്ലാമിക ദൃഷ്ടിയിൽ വൃത്തികേടാണ് ഹറാമ്, ഇസ്ലാമിക ദൃഷ്ടിയിൽ വൃത്തികേടാണ് മദ്യപാനവും. അത് ഉപയോഗിച്ച ആളുകളാരാ? അവര് പന്നിയുടെ കോലത്തിലാണ്. റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കരഞ്ഞു പറഞ്ഞ ഹദീസുകൾ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിലെ ഒന്നാമത്തെ ഹദീസ് എന്താ? ഇത്തഖൂ തീനത്തുൽ ഖബാൽ, തീനത്തുൽ ഖബാലിനെ ഭയപ്പെടണം സഹാബ. ചോദിച്ചു, ഏതാണ് തീനത്തുൽ ഖബാൽ? വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഏതാണ് തീനത്തുൽ ഖബാൽ? ഉടനെ തന്നെ അവിടുന്ന് പറഞ്ഞതെന്താ? നരകത്തിലെ അന്തേവാസികളില്ലേ,
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞ നമ്രൂദ്, മൂസാ നബി അലൈഹിസ്സലാമിനോട് ധിക്കാരം പ്രവർത്തിച്ച ഫിർഔന്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ചതായ ആളുകളില്ലേ? അബൂജഹലില്ലേ, ഉത്ബത്തില്ലേ, ശൈബത്തില്ലേ, വലീദില്ലേ, അതുപോലെയുള്ള ആളുകളില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും വലീദിന്റെയും ശൈബത്തിന്റെയും അതുപോലെയുള്ള ആളുകളുടെ പൊക്കിളിലൂടെ വരുന്ന നീരുറവ ഒരാളെ നരകത്തിലേക്ക് ഇടുമ്പോൾ സഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, അവരുടെ 2 ചുമരുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് 3 ദിവസത്തെ വഴി ദൂരമാണ്. കാൽക്കുലേറ്റ് ചെയ്താൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരുടെ ഹൈറ്റ് എത്രയുണ്ടാകും? അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പൊക്കിളിലൂടെ വരൽ അഷ്ടമുടിക്കായലിലെ വെള്ളത്തെ പോലെയായിരിക്കും. അത്ര വലിയ പൊക്കിളിൽ നിന്ന് വരുന്ന നീരുറവ കുടിപ്പിക്കപ്പെടാൻ വിധിക്കപ്പെടുന്നത് മദ്യപാനിയെയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതിന്റെ ഗൗരവമെന്ന്. മദ്യത്തിന്റെ ഗൗരവം എന്തുമാത്രമാണ്, എന്തുമാത്രം ശക്തിയുള്ള നജസാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന വൈസർജിക വസ്തു കാഷ്ടമോ മൂത്രമോ അത് കല്ലുകൊണ്ട് മനോഹരം ചെയ്താൽ, ആ മനോഹരം ചെയ്ത വ്യക്തി മനോഹരിച്ചതിന്റെ ശേഷവും അതിന്റെ ഒരു അസർ, തടി ബാക്കിയില്ലെങ്കിലും അതിന്റെ ഒരു അസർ അവിടെ ബാക്കിയായാലും അയാൾക്ക് നിസ്കരിക്കുന്നതിന് വിടുതിയുണ്ട് എന്നതല്ലേ മസ്അല. കല്ലുകൊണ്ട് മനോഹരം ചെയ്തവരെ ചുമന്ന് നിസ്കരിക്കാൻ പാടില്ല. ചുമന്ന് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം സഹീഹല്ല. എന്നാൽ ഇവന്റെ നിസ്കാരം സഹീഹാണ്, അവിടെ അഫ്വുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രക്തം ശരീരത്തിൽ നിന്ന് അല്പം പുറത്തേക്ക് പോയി വസ്ത്രത്തിലായാൽ അഫ്വുണ്ട്. എന്നാൽ മദ്യം ശരീരത്തിലായാൽ അത് കല്ലുകൊണ്ട് തുടച്ചാൽ അഫ്വില്ല, വിട്ടുവീഴ്ചയില്ല. അഥവാ മൂത്രത്തിൽ കലക്കിയ കാഷ്ടത്തെക്കാൾ മലിനമാണ് മദ്യം, രക്തത്തെക്കാൾ മലിനമാണ് മദ്യം. ഈ മദ്യം കുടിക്കുന്നത് ശരീരത്തോട് ദ്രോഹമാണ്, ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്നതാണ്, രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുത്തുന്നതാണ്, കണ്ണിന്റെ റെന്റിനയെ ബാധിക്കുന്നതാണ്, ബ്രെയിനിന്റെ സെറിബല്ലത്തെ ബാധിക്കുന്നതാണ്. അതോടുകൂടെ ആത്മീയമായി ശിക്ഷ, ആത്മീയ ലോകത്ത് പാരത്രിക ലോകത്ത് ശിക്ഷ അനുഭവിക്കപ്പെടുന്നത്, തീനത്തുൽ ഖബാൽ കുടിപ്പിക്കപ്പെടുന്നത് മദ്യപാനികൾക്കാണ്. ആ ഹദീസ് വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞിട്ടുണ്ടെന്ന് ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി കാണാം. പറഞ്ഞു വന്നത് മുആദ് തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഒന്ന് സൂറത്തുൽ ഖനാസീർ, പന്നിയുടെ കോലത്തിലുള്ളവർ പന്നിയായി ജീവിച്ചവരാണ്. രണ്ടാമത് കൊരങ്ങിന്റെ രൂപത്തിലുള്ളവരോ ഏഷണിക്കാരാണ്, പരദൂഷണത്തിന്റെ ആളുകളാണ്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കാൻ പാടില്ലല്ലോ, അത് നോക്കുന്നത് ശരിയുമല്ലല്ലോ. മഹാനരായ താബികളിൽപ്പെട്ട വലിയ മഹാന ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ജീവിതത്തിൽ ഒരു ചരിത്രം കാണാം. അവിടുത്തെ നാട്ടിൽ സംഭവിച്ച ഒരു സംഭവം, ഒരു സ്ത്രീ കൃത്യമായി നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീ, ആ സ്ത്രീ ഖബറടക്കപ്പെട്ടതിന് ശേഷം ശിക്ഷിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ടവർ കണ്ടു. ആത്മീയ ലോകത്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥകൾ, അസാധാരണത്വം നൽകപ്പെട്ട കറാമത്തുള്ള ആളുകൾ കാണും മഹാന്മാരുടെ ലക്ഷണമാണ്. ഏതായിരുന്നാലും കണ്ടപ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടു. അന്വേഷിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, മറ്റുള്ളവരുടെ വീട്ടിലെ വർത്തമാനങ്ങൾ ഉള്ളതും ഇല്ലാത്തതും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മോശമായ ജോലി ഉണ്ടായതിന്റെ പേരിലാണെന്ന് കാണാം. ഏതായിരുന്നാലും ഏഷണിക്കാര് കുരങ്ങ് രൂപത്തിലാണ്, അതുപോലെ നാക്കുമുറിക്കപ്പെട്ടവരുണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. ആ ഹദീസ് ആലോചിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കരഞ്ഞിട്ടുണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ